ഹായ് 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 ചെയ്യാൻ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ രാവിലെ ഇപ്പം നീക്കണതെന്ന് പറയുന്നത് 10:30 ഇപ്പോൾ സമയം. ഒരു 10 മണിക്കാണ് ഞാൻ എണീക്കണത്. 9:45 കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ സമയം 10:30 ആയി കഴിച്ചു. കാരണം ഈ നേരം വരെ ഇറങ്ങിയില്ല. കുക്കൊക്കെ ഇപ്പം നീക്കണുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇന്നലെ നല്ല മഴയായിരുന്നു. മഴ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഴയാണ്. അപ്പം നമ്മുടെ വണ്ടീൻ്റെ ഇവിടെ കണ്ടോ, ഇവിടെ ചളി, ഇത് കണ്ടോ, ഫ്രണ്ട് ഫ്ലാറ്റിൽ വെള്ളമാണ്, ഇവിടെ വെള്ളമാണ്. ഇന്നലെ നമ്മൾക്ക് ഉറങ്ങാൻ വേണ്ടി പറ്റിയിട്ടില്ല. 3 മണിക്കാണ് ഇന്നലെ ഉറങ്ങുന്നത്. ആ 3 മണിക്ക്, അതായത് കൊതുകിൻ്റെ ശല്യമൊക്കെ പാടുണ്ടായിട്ടോ. 3 മണിക്കാണ് ഉറങ്ങാന്ന് പറഞ്ഞാൽ നീച്ച് വല കെട്ടിയിട്ടാണ് ഉറങ്ങണത്. പിന്നെ അത് മാത്രമല്ല, ഇന്നലെ അവൻ്റെ ഒരു തലണയും വെള്ളത്തിൽ പോയി. ഇതിൻ്റെ തലണ ഉണ്ട് അവിടെ കിടക്കണേ. ഇത് ഇന്നലെ വെള്ളത്തിൽ ചാടിയത്. ഫുള്ള് വെള്ളം ഇത്, ഫുള്ള് വെള്ളം. എന്തിനു ഞാൻ പറ്റുക? അത് പറ്റൂല. അതുകൊണ്ട് ഞാൻ അതിനെ അയറ്റണില്ല, അത് പറ്റൂല. പിന്നെ നമ്മളുടെ വണ്ടി ഇന്നലെ ഈ കടന്ന് നമ്മളിവിടെ നിർത്തിയ സ്ഥലത്ത് ഇവിടേക്ക് വെള്ളം ഇങ്ങനെ വന്നിട്ട് ഇവിടെ വെള്ളക്കെട്ടായിരുന്നു അല്ലേ. പിന്നെ എന്തോ ഒരു ജന്തു കയറിയാണ്. തക്കാളിയൊക്കെ ചെറുതായിട്ട് കടിച്ചിരുന്നു. ഒരു തക്കാളി ഞാൻ ഇപ്പോൾ വലിച്ചേർന്നതാ, ആ തക്കാളി ഞാൻ വലിച്ചേർന്നതാ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്നാലും ഞങ്ങൾ കുളി കാര്യമൊന്നും കഴിഞ്ഞിട്ടില്ല. ഈ നേരത്തെ എണീറ്റുകൊണ്ട് ഇനിയിപ്പോൾ ചായ ഉണ്ടാക്കാവുന്ന ടൈമില്ല. അപ്പോൾ ഇവിടെ ഇത് ആബേലൊന്ന് ചായ കുടിക്കണം, കുളിക്കണം. കുളിയും കാര്യമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോൾ വരാം. എന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് പറയാനുണ്ട് അല്ലേ. നമ്മുടെ യാത്ര മുന്നോട്ടുള്ളത് എങ്ങനെയാണെന്നുള്ളതിന് ചെറിയൊരു മാറ്റമുണ്ട്. അപ്പോൾ അതുമായിട്ട് സംസാരിക്കാറുണ്ട്. ഞങ്ങളൊന്ന് കുളിച്ച് ചായ കുടിക്കട്ടെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുളി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പോയി എന്തെങ്കിലും കഴിക്കാം. കഴിക്കണോടത്തേക്കൊന്ന് പോരി നിങ്ങൾ അല്ലേ. ഇന്നലെ രാത്രി ആ പെയ്ത മഴ ഒരു 5 മണി വരെയൊക്കെ പെയ്തെന്നോടാ. പെരും മഴയെ നമ്മൾ പറഞ്ഞില്ലേ, മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ യാത്ര വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ഒന്നിലേറെ നമ്മുടെ കയ്യിൽ അടച്ചുറപ്പുള്ളൊരു വണ്ടി അല്ലല്ലോ, ഓട്ടോ അല്ലേ, ഓട്ടോറിക്ഷ അല്ലേ, ഓട്ടോ ലൈഫല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ചില ദിവസങ്ങളിൽ ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളുടെ കാര്യങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക. പുതുമയായിട്ടുള്ള കാഴ്ചയൊന്നും ഉണ്ടാവില്ല. കാരണം അപ്പം നമ്മുടെ സാഹചര്യം അനുസരിച്ചൊക്കെ ഇങ്ങനെ വരുന്ന സംഭവങ്ങളാണത്. കളി എന്ന് പറയുന്ന ഒരു കറി അല്ലടാ. ഇതിലിത് എന്താ സാധനം എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഇതെന്താ വില നോക്കിയായ പൊക്കോള എന്ന് പറയുന്ന ഒരു സംഭവമാണ്. പൊക്കോളക്കറിയാണ് അല്ലേ. ചേമ്പോ ചേന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും നോക്കട്ടെ. അതായത് നമ്മുടെ ചേമ്പില്ലേ, അതിന് സംഭവം തോന്നുന്നു അല്ലേ. രസമുണ്ട്. പിന്നെ ഇത് ഒരൊറ്റ ഹാഫാണ് ഈ കറി, ഒറ്റ ഹാഫാണ്. അപ്പോൾ ഒരു ഫുള്ളാണെങ്കിലും ഓനോട് 2 ഹാഫ് എടുക്കണമെന്ന് ചോദിച്ച്. ഞാൻ വേണ്ട, 1 ഹാഫ് മതിയായിരുന്നു. 1 ഹാഫാണത്. ഹാഫ് എത്ര ഉണ്ടെങ്കിലേ അപ്പോൾ ഒരു ഫുൾ എത്ര ആയിരിക്കും? അവനാ ചെമ്പനോട് കൊണ്ടുവന്ന് വെക്കുക. അപ്പോൾ ചായ കൂടി കഴിഞ്ഞു. എന്നാൽ പിന്നെ യാത്ര പുറപ്പെടുവാണ്, ഇറങ്ങുവാണ് ഞങ്ങൾ. പിന്നെ എന്താണ് വിഷയം ചോദിച്ചാൽ, നമ്മളുടെ മണാലി യാത്ര ക്യാൻസലായിട്ടുണ്ട്. മണാലിയിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റാത്തതിൻ്റെ കാരണം എന്താ? കാലാവസ്ഥ അത് നമ്മൾക്ക് അനുകൂലമല്ല. അത് അവിടെ മാത്രമല്ല, ഈ ഭാഗങ്ങളിൽ, അതായത് ഹരിദ്വാറിലും മണാലി പിന്നെ സിക്കിം ഭാഗത്തേക്കാണെങ്കിൽ അങ്ങനെ, അതേപോലെ തന്നെ പിന്നെ നമ്മുടെ നേപ്പാളിലും എല്ലായിടത്തും നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു ന്യൂസാണ് നമ്മൾക്ക് കിട്ടുന്നത്. അപ്പോൾ അത്തരത്തിലാണ് കാലാവസ്ഥേൻ്റെ കാര്യം. നിങ്ങൾക്കറിയാമല്ലോ, അപ്പോൾ ഇന്നലെ നമ്മൾ ബെഡ് ഇടാൻ പറ്റപ്പാട് അത് ടാസ്ക് ആയിരുന്നു നമ്മളെ കൊണ്ട്. അതുപോലെ തന്നെ മിനിഞ്ഞാന്ന് നമ്മൾ റണ്ണിങ്ങിൽ കുക്ക് ചെയ്തത് കാര്യങ്ങളൊക്കെ, കുക്ക് ചെയ്യാൻ വേണ്ടി പായി കെട്ടിയത്. അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങൾ എന്താ പറയുക, മഴയായിട്ട് സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ധാരാളമുണ്ട്. ഞങ്ങൾക്ക് അവിടെ സമയം പോവുകയാണ് എല്ലാം കൊണ്ടും. മഴയത്ത് നമ്മളെ കൊണ്ട് ഒരു പരിധി വരെ മഴയെ ഞങ്ങൾക്ക് ചേർത്തിക്കാൻ കഴിയുള്ളൂ. അതിശക്തമായ മഴയും കാറ്റും ഒക്കെ ആണെങ്കിൽ ഞങ്ങളെ കൊണ്ട് പിടിച്ചിരിക്കാൻ കഴിയില്ല. നേരെ നമ്മുടെ വണ്ടി ഒരു അടച്ചുറപ്പില്ലല്ലോ. നമുക്ക് ഡോറൊക്കെ അടച്ച് സേഫ്റ്റി ആയിട്ട് അതിൻ്റെ ഉള്ളിൽ കുത്തിറക്കാൻ പറ്റുന്ന തരത്തിലല്ല നമ്മുടെ വണ്ടി. അപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ടാണ് ഞങ്ങൾ ഫസ്റ്റ് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ടാക്കുമ്പോൾ തന്നെ കേരളം ഫുൾ എടുക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു. അന്ന് തന്നെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞു, കേരളത്തിൽ മഴയാണ്,
ചെങ്ങന്മാരെ. അപ്പോൾ ഞങ്ങളിങ്ങനെ കയറിയാലോ, നമ്മുടെ സേഫ്റ്റി അല്ല മുഖ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളങ്ങനെ കയറി. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഓക്കെ എന്നാൽ നിങ്ങൾ അതിൽ പോയിട്ട് വരാം, കേരളം നമുക്ക് പിന്നീട് എടുക്കാമെന്ന് പറഞ്ഞു. അതെ, അടുത്ത ട്രിപ്പായിട്ട് ചെയ്യാം, അടുത്ത ട്രിപ്പായിട്ട് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ട്രിപ്പിൽ കേരളത്തിൽ നമ്മൾ ഒഴിവാക്കിയതുപോലെ തന്നെയാണ് ഈ മണാലി നമ്മൾ ഒഴിവാക്കുന്നത്. അടുത്തൊരു ട്രിപ്പിൽ ചെയ്യാം. ഇപ്പം ഞങ്ങൾ പോകുന്നത് രാജസ്ഥാനിലേക്കാണ്. ഇനി രാജസ്ഥാൻ പോയിട്ട് രാജസ്ഥാനിൽ ഫുള്ളായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്ത് രാജസ്ഥാൻ്റെ വില്ലേജ് കാര്യങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് നമ്മളങ്ങനെ അപ്പോഴേക്കന്നെ നമുക്ക് ഒരുപാട് ദിവസം എടുക്കും. ഇവിടുന്ന് രാജസ്ഥാനിക്ക് എത്ര കിലോമീറ്ററാണ് നോക്കിയില്ല, നമ്മൾ രാജസ്ഥാൻ പ്ലാനിങ് ചെയ്തിട്ടില്ല. നമ്മൾ മണാലി എടുക്കുക എന്നുള്ളതിലായതുകൊണ്ട് മണാലിയുടെ പ്ലാൻ ചെയ്ത് രാജസ്ഥാൻ പ്ലാൻ ചെയ്തില്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾക്ക് അത് പ്ലാൻ ചെയ്യണം. അതുപോലെ തന്നെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇപ്പോൾ ഇന്നത്തെ ചായപൊടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി കുക്കിംഗ് ഇല്ല, ഇന്ന് കുക്ക് ചെയ്യാൻ ടൈമില്ല, കാരണം ഇപ്പം തന്നെ 11:30 മണിയായി. അപ്പോൾ ഇനി പോകണ ഉച്ചയ്ക്കൊക്കെ പുറത്ത് വെച്ചാൽ പോലെ. എന്നാൽ പിന്നെ അങ്ങനെ ഓട്ടോ ലൈഫ് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചില തീരുമാനങ്ങൾ. ഓട്ടോ ലൈഫ് എന്നല്ല, യാത്ര എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ചില തീരുമാനങ്ങൾ പോകുന്ന വഴിക്ക് മാറ്റേണ്ടിയൊക്കെ വരും. അപ്പോൾ അതിൽ വിഷമിക്കൊന്നും വേണ്ട. നമുക്ക് ഈ പ്രാവശ്യം അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നമുക്ക് മണാലി എടുക്കാം. മണാലി അവിടെ തന്നെ ഉണ്ടാവും. പക്ഷേ എങ്കിലും നമ്മൾക്ക് നമ്മളുടെ സേഫ്റ്റിയും കൂടി നോക്കിയിട്ട് വേണം എല്ലാവരും അത്തരത്തിൽ യാത്ര ചെയ്യാൻ പാടുള്ളൂ. ഇത്തരം കാലാവസ്ഥ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ കാലാവസ്ഥ അനുകൂലമല്ലെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു വെല്ലുവിളിയായിട്ട് നമ്മൾ കാലാവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് പോകാൻ നിൽക്കരുത്. അത് നമ്മൾക്കും നമ്മളുടെ കുടുംബത്തിനൊക്കെ ഏറെ ദുഃഖകരമായിട്ടുള്ള കാര്യമായിരിക്കും. എന്നാൽ പിന്നെ ഞങ്ങൾ അങ്ങനെ വളരെ സന്തോഷമായിട്ട് രാജസ്ഥാൻ ഭാഗത്തേക്ക് ഇവിടുന്ന് തിരിയുവാണ്. ഓക്കെ കൂട്ടാലോ. ഇത് നമ്മുടെ ദാബയിലെ നമ്മുടെ പയ്യനാണ്, ദാബ പയ്യൻ, ദാബ കുക്ക്. ഓക്കെ ബൈ, താങ്ക് യു. നാട്ടിൽ നിന്ന് ഞങ്ങളുടെ കൂടെ പോകുന്നതാണ്. ഞാൻ ഒരുപാട് ദിവസം ഞാൻ എൻ്റെ തല വെച്ച് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങിയ സാധനമാണ്. ഞാനിപ്പോൾ ഈ ഒരു മരത്തിന് ചോട്ടിൽ അതിനെ ഉപേക്ഷിച്ച് പോവുകയാണ്. ഞങ്ങൾ പോവാണ്. ഇന്നലെ നമ്മുടെ ഈ ഇത് ചാടി അതെ, ജസ്കേപ്പായി ഞങ്ങൾ കോഴിക്കോട്ടെ ടാറ്റ. അപ്പൊ നമ്മളിഞ്ഞ് പോണ ബെർലിൻ എന്ന് പറയുന്ന ഒരു ടൗണിലേക്കാണ്. അപ്പൊ അവിടുന്ന് നമുക്ക് തിരിഞ്ഞു പോകാനുള്ളത്, അതായത് ഹരിദ്വാറിലേക്കായാലും ഡൽഹിയിലേക്കായാലും ആഗ്രയിലേക്കായാലും അതുപോലെ തന്നെ ജയ്പൂരിലേക്കായാലും ഒക്കെ. നമ്മൾ പോകുന്നത് ജയ്പൂരിലേക്കാണ് ഫസ്റ്റ്, കാരണം നമുക്കിവിടെ അടുത്തുള്ള ജയ്പൂരാണ്. എവിടേക്കാണെങ്കിലും നമ്മൾ തിരിഞ്ഞു പോകുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ അവിടെ നമ്മൾ തിരിച്ച് നമ്മൾ ഇങ്ങനെ പോകേണ്ടത് നമ്മളാണ് മണാലി. അതായത് ഹരിദ്വാർ, ഋഷികേശ്, മണാലി ഒക്കെ എങ്ങനെ പോവാം. നമ്മളിനി ഇങ്ങനെ പോവാം, ഡയറക്ഷൻ മാറി. നമ്മൾ ശരിക്കും ഇതിലാണ് പോകേണ്ടത്, മണാലി. പക്ഷെ നമ്മൾ ഇതിലാണ് പോകുന്നത്. ഓക്കെ, നമ്മൾ തിരിഞ്ഞു. അപ്പോൾ ഇനി അടുത്തൊരു ദേശം, അടുത്ത പല കാഴ്ചകളും മറ്റു പല കാര്യങ്ങളും. ഇതെന്താ വലിയൊരു കവാടൊക്കെ അല്ലേ? ഇത് വലിയൊരു കവാടാട്ടോ. പണി കഴിഞ്ഞു, ഒരു സൈഡ് പണി തീർന്നിട്ടില്ല, ഒരു സൈഡ് പണി. ഇത് നാഷണൽ ഹൈവേയിലാണെന്ന് കിടക്കണം, ഓർക്കണം നിങ്ങൾ. അത് ഗംഭീരമായൊരു വർക്ക് തന്നെയാണ്. അതുപോലെ ട്രിപ്പിൾ ലൈൻ റോഡാണ്. 3 ലൈൻ റോഡാണ്. റോഡ് എന്നൊക്കെ പറഞ്ഞാൽ അത് സംഭവമാണ്. അതിലൊരു മാറ്റമില്ല, അതിന് മാറ്റമൊന്നുമില്ല. ഹൈവേന്റെ വക്കിലുണ്ടോ ഇതൊക്കെ ഇവിടെ താമസിക്കുന്ന ആളുകളാണ്. ഒരു ഷീറ്റ് കൊണ്ട് മാത്രം മറച്ച് കെട്ടിയാണ് ഇവർ താമസിക്കുന്നത്. കണ്ടോ, ഒരു ഷീറ്റാണ്, ഒരു ഷീറ്റാണ്. നമ്മൾ ഇത്തരം കാഴ്ചകൾ കാണാൻ ഉള്ളിലേക്ക് കയറേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളുടെ ഹൈവേയിൽ തന്നെ ഉണ്ട്, ഹൈവേന്റെ വക്കിൽ തന്നെ ഉണ്ട്. ഹൈവേന്റെ വക്കിൽ തന്നെ ഉണ്ട്. എത്രയോ കുടുംബങ്ങള്, ഒരുപാട് ആൾക്കാർ. നമ്മുടെ ടോയ്ലറ്റിന്റെ വിഷയം മാത്രമല്ല, ഇവർക്ക് സത്യം പറ വീട് പോലും ഒരു തുള്ളി സ്ഥലം പോലും ഇല്ലാത്ത ആളുകൾ പുറമ്പോക്കിൽ താമസിക്കുന്ന നിരവധി പേരാണ്. നമ്മൾ ഈ മറ്റു സംസ്ഥാനങ്ങളിലൂടെ, ഉത്തർപ്രദേശിന് മാത്രമല്ല പറയണം, മറ്റു സംസ്ഥാനങ്ങളിലൂടെ കയറി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റുക. കാഴ്ച ഇവിടെ കുതിരവണ്ടിയാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഇവിടെ കാളവണ്ടിയല്ല, കേട്ടോ, കുതിരവണ്ടിയാണ്. ലോഡ് വണ്ടിയൊക്കെ കുതിരവണ്ടിയാണ്. എന്തോ കേട്ടോ, കുതിരയാണ്. കുതിരയില് മരമാണ് കൊണ്ടുപോകുന്നത് അല്ലേ? ലോഡാണ്, ലോഡാണ്. ഒരു വണ്ടിയല്ലേ, 2 വണ്ടി ഉണ്ട്. 2 വണ്ടി കുതിരയിലാണ് കൊണ്ടുപോകുന്നത്. ഇവിടെ ഇത്തരം നമ്മൾ മറ്റു സംസ്ഥാനങ്ങൾ, അതായത് മഹാരാഷ്ട്രയിലും പിന്നെ ആന്ധ്രയിലൊക്കെ നമ്മൾ അധികം കാണുന്നത് കാളവണ്ടികളാണ്. പക്ഷേ ഇവിടേക്ക് വന്നപ്പോൾ, ഈ ഉത്തർപ്രദേശിന്റെ ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോഴേക്ക്, അതായത് ലക്നോന്റെ ഈ സൈഡിലേക്ക് ഇങ്ങനെ
ലാസ്റ്റ് ആ ബോർഡറിലേക്കൊക്കെ കയറുന്ന സമയത്ത് നമുക്ക് കാണും ചേഞ്ച് ആയി മാറി കുതിരനാക്കി. അതിവര് ഈ വണ്ടി കൊണ്ട് കാലുവണ്ടി കൊണ്ട് നല്ല സ്പീഡിൽ പോകും. അതുപോലെ തന്നെ ഇവിടെ ലോഡ് കയറ്റി കൊടുക്കണം വിറക്. ഇതൊക്കെ കുതിര വണ്ടിയിലാണ് ലോഡ് കയറ്റുന്നത് അല്ലേ? ഇവിടെ എനിക്കൊണ്ട് ഗുഡ്സ് ഇല്ലേ? ഇവിടെ വണ്ടികളെ ചെറുവണ്ടി ഗുഡ്സ് ഇല്ല തോന്നുന്നു. നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ചെറിയ ഒരു അടങ്ങാറൊക്കെ വരും ഇത് കാണുമ്പോഴേ. ഇവറ്റികളിൽ നിന്ന് വലിച്ചു കൊണ്ട് പോകണ കാണുമ്പോൾ. പക്ഷേങ്കിൽ ആ ഒരു കുതിരനെ കൊണ്ട് ജീവിക്കുവാണ് ആ ഒരു കുടുംബം. അതാണ് ഒരു ഇലക്ട്രിക് ഓട്ടോറിക്ഷ കൊണ്ടുപോകണ ലോഡാണത്. കണ്ടുപോയി ലോഡ്. അത് ഫോണും വിളിച്ചാ ഫോണും വിളിച്ചാണ്ടല്ലേ. ഏതായാലും റോഡിലൊക്കെ വെള്ളം നോക്കാം. ഇപ്പൊ തന്നെ എത്രയല്ലേ? നല്ല പേര് മഴയാണെന്നൊക്കെ ഫുള്ള് വെള്ളമാണ്. അതിലൊക്കെ വെള്ളം. ഈ സൈഡൊക്കെ വെള്ളം നോക്കിയോളോ. കംപ്ലീറ്റ് വെള്ളം കയറിയേക്കാണ്. നല്ല മഴ പെയ്താണ്. ഒഴിവില്ലല്ലോ, റെസ്റ്റ് എടുത്തില്ലല്ലോ. അങ്ങനെ ഡ്രൈനേജ് ഒന്നും കാണാനില്ല. ഓവിയാലൊന്നും ഇല്ല ഇവിടെ. പറയാണ്ടോ വണ്ടി കയറ്റി പോകണേ. തല വരുന്നിട്ടാളെ ഈ പോക്ക്. ഈ സൈഡ് മാത്രമേ ഉള്ളേ. ഡ്രൈനേജ് ഉണ്ടാക്കാത്ത പ്രശ്നമാണ് ആ താത്ത വരുന്നൊക്കെ. ഞങ്ങൾ ഇതിലൊരു വഴിയുണ്ട്, അതിലൂടെ ഈ ഗ്രാമത്തിലേക്കൊന്ന് പോയി നോക്കുകയാണ് അല്ലേ? ഗ്രാമത്തിലെ ബാർബർ ഷോപ്പാണ്. ബാർബർ ഷോപ്പാണ്. ബാർബറായി കിടന്നുറങ്ങാണ്. നമ്മൾ വെറുതെ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം, അത്രേ ഉള്ളൂ കേട്ടോ. കുറേയിലൊന്നും കയറിയിട്ടില്ല. ആ ഗ്രാമത്തിലൊക്കെ കയറിയിട്ട് കുറെ. ഇന്നിപ്പോ മഴക്കൊക്കെ ആക്കണ്ടായതുകൊണ്ട് ഇങ്ങനെ കയറുവാണ്. മീൻ പിടിക്കാന് വല വെച്ചാണ്ടേ മീൻ പിടിക്കാൻ കണ്ടാടി കെട്ടിക്കണം. കണ്ടാടി കെട്ടിയിട്ട് മീൻ പിടിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇവിടെ പച്ചക്കറിയൊക്കെ തൂക്കി വെക്കുന്ന ഇത്തരത്തിലാണ്. ഈ ചേമ്പിന്റെ ഇവിടെ ധാരാളമായിട്ട് കഴിക്കണ്ടല്ലോ അവര്. അതിന്റെ തണ്ടാണ് നമ്മള് കണ്ട്. അതിന്റെ തണ്ടാണ് അല്ലേ? അല്ല, അതൊരു കരിമ്പ്. ഇതൊക്കെ വീടുകളാണ് ഈ കാണുന്നതൊക്കെ. വീടുകളാണ് രണ്ട് സൈഡും. രണ്ട് സൈഡും വീടുകളാണ്. നല്ല ടൈറ്റ് ഏരിയ തന്നെയാണ്. ഇത് ഇവിടുത്തെ സ്കൂളാണോ? ഇതെന്താ? കുതിര. ഇതെന്താ സ്കൂളാ? വെള്ളം ഉണ്ട് അമ്മടുത്ത് വെള്ളമല്ലേ? ഞാനാണ് ഇതിലെടുക്കണം. ഇത് റോഡ് ഇവിടെ അവസാനിച്ചു കഴിച്ചു. അതിൽ വണ്ടി പോവില്ല. ഞങ്ങളിപ്പോൾ ഉള്ളത് ബൊസമ്മ എന്ന് പറയുന്ന ഒരു വില്ലേജിലേക്ക് പോന്നേക്കാണ്. വില്ലേജ് റോട്ടിലാണ്. ഇതാണ് ആ ഒരു വില്ലേജിലേക്ക് ഞങ്ങൾ വന്നിട്ടുള്ള വഴി. ഹൈവേന്ന് ഇപ്പോൾ പോന്നിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ആ ഒരു വില്ലേജ് അങ്ങനെ ഈ റോഡ് അങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വില്ലേജാണ്. അതിലങ്ങനെ ഒരുപാട് വീടുകളുണ്ട്. അതുപോലെ തന്നെ ഇതങ്ങനെ ഉള്ളിക്ക് കയറി പോകുന്ന ഒരു വഴിയാണ്. പോരുന്ന വഴിക്ക് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം ഞങ്ങൾ ഇവിടെ പോരുമ്പോൾ തന്നെ ഒരു ഇറങ്ങുന്നിടത്ത് ധാബ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചാണ് പോരുന്നത്. ആ ഒരു ചെറിയ ധാബയാണ്. അപ്പോൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചാണ് പോരുന്നത്. ഇവിടെ ഈ പാടത്തൊക്കെ നെൽകൃഷിയാണ് ചെയ്യുന്നത്. ഫുള്ള് ചെറിയ ചെക്കന്മാരാണ്. ഇവിടുത്തെ എന്താ പറയുക, ഒരു 15-16 വയസ്സുള്ള ചെക്കന്മാരാണ് ഇവിടെ നെല്ല് ഞാറ് നടുന്നത് അല്ലേ? എന്നാൽ പിന്നെ നമുക്ക് ഈ ഗ്രാമം ഒന്ന് കണ്ടുനോക്കാം. ഈ ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ ടണലിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പോകണ്ടേ? ടണൽ പോയി. ഇതെന്ത് സാധനം? ഇതൊക്കെ ചോളമാണ്. ചോളാണ് ഉണക്കിയിട്ടുള്ളത്. ചോളാണ് ഉണക്കിയിട്ടുള്ളത്. ഈ ചെക്കൻ്റെ ആണ് ചോളം. അപ്പോൾ ഈ ചോളാണ് ഇവിടെ ഉണക്കിയിട്ടുള്ളത് ഫുള്ളായിട്ട്. അങ്ങനെ അങ്ങ് ദൂരം ഉണ്ട്. അവിടെ ഒരു വണ്ടി വരുന്നുണ്ടല്ലേ? ഹോൺ നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. ഒരു വണ്ടി അവിടെ നിന്നിട്ട് വരുന്നുണ്ട്. ഇത് സംഭവം അല്ലേ? ഇതിന്റെ മേലെ കൂടെ റെയിൽവേ ട്രാക്കാണേ. അടിപൊളി. ഇവിടെ എത്ര ഹൈറ്റിലേ പോകാൻ പറ്റും. ഇവിടെ മുളക് ഉണക്കിക്കണല്ലേ? എന്തെങ്കിലും വണ്ടി കയറ്റിയതില് വണ്ടി കയറ്റേ പൊട്ടുന്നുണ്ട് വയസ്സായി. പിന്നെ അവിടെ അതെന്ത് സാധനം? അത് പയറാണ്. പയറല്ല, ചെറുപയറോ ഉയർന്നോണ്ടല്ലേ? ഇത് സാധനം എന്താന്ന് മനസ്സിലാവണില്ല. ഒന്ന് പൊട്ടിച്ച് നോക്കിയാൽ മൂപ്പര് എന്താണ് മൂപ്പര് ചപ്പും ചവറൊക്കെ ഒഴിവാക്കല്ലേ? ഉയർന്നാണല്ലേ? അല്ലേ? ഉയർന്നാണ്.
പക്ഷെ ഇത് പറ്റ ഉണക്കിണ്ടല്ലോ. പറ്റ ഉണങ്ങിയിട്ടുണ്ട്. ആ ഇത് എന്താണ് മനസ്സിലായില്ല. ഇത്രേ ഉള്ളൂ ഇത്. പറ്റ ഉണങ്ങിയുണ്ട്. തണൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതേപോലത്തെ പാടം ഉണക്കി പോകണ ഈ കൃഷിയിടങ്ങൾ ഒഴിവാക്കാതെ ആണോ? റെയിൽവേ ട്രാക്ക് അവിടെ ഇല്ലല്ലോ. ആ ഉണ്ടല്ലേ, അതിലെ പോണു. കണ്ടോ ഇവർ ഈ ചെക്കന്മാരാണ് ഇവിടെ ഫുള്ള് കൃഷി. ഇപ്പം ഞാറ് പറിക്കുകയാണ് ചെയ്യുന്നത്. ഞാറ് പറിക്കലും ഞാറ് ഞടലും ഒക്കെ ഇവിടുത്തെ ചെക്കന്മാരാണ്. നമ്മളെ അവസ്ഥ അവിടുത്തെ എന്താ അവസ്ഥ വരെ തുടങ്ങിക്കണാവും. നമ്മളവിടെയാണെങ്കിൽ അമ്മമാരൊക്കെ അല്ലേ ചെയ്യാം. തുടങ്ങി ഇവിടെയൊക്കെ നമ്മളവിടെ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? എങ്ങനെയൊക്കെ അറിയില്ല. നെൽകൃഷിയായിട്ട് വലിയ ബന്ധമല്ലേ നമുക്ക്. പിന്നെ ട്രാക്ടർ ഇതാണ് ഗ്രാമത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മുടെ വണ്ടി ഇത് അവിടെ നിർത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് ഗ്രാമത്തിലേക്ക് അങ്ങനെ പോയി നോക്കാം. ഗ്രാമത്തിൽ എന്തെങ്കിലും വ്യത്യസ്തമായുള്ള കാഴ്ചകളൊക്കെ ഉണ്ടാവും അല്ലടാ. ഇവിടെ നിന്ന് 2 വഴിയുണ്ട്. നമ്മൾ ഏതിൽ പോകും? നമ്മളതിൽ പോകും. വലത്തേക്കോ? വലത്തേക്ക് ഇടത്തേക്കുണ്ട്. 2 വഴിയുണ്ടല്ലോ. ഒന്നും ഇങ്ങോട്ടും വലത്തേക്ക് ഇടത്തേക്കുണ്ട്. അവിടെ കുറച്ച് കട്ട പാച്ച ടൈപ്പാണ് വഴി. ഇവിടുത്തെ കോൺക്രീറ്റ് ആണ്. ഇതിലെ പോലെ ഈ ഗ്രാമത്തിലേക്ക് കയറിയ ടൈമിൽ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ചാൽ കൃഷി കന്നുകാലികൾ തന്നെയാണ് ഇവരുടെയും തന്നെ പ്രധാന വരുമാനം. ചെറിയ പൈതങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളെ ധാരാളം ആളുകളൊക്കെ ഉള്ളൊരു വില്ലേജ് തന്നെയാണ് കേട്ടോ. ഒരു ഗ്രാമമാണ്. റോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ആണോ? റോഡ് കഴിഞ്ഞു. റോഡ് ചെയ്യാനാ ബ്ലോക്ക്. रोड के अंदर गाँव घूमो, बनाओ सही है थैंक यू. പിന്നെ ഞങ്ങൾ അതിലൊരു വഴി ഉണ്ടെന്ന് അവർ പറഞ്ഞു. അതിലങ്ങനെ പോയി നോക്കാം. ഇതിലാണെങ്കിൽ പിന്നെ ഒരു പറഞ്ഞൊരു വഴി. അപ്പം ഇതുവഴി ഒന്ന് കയറി നോക്കാം. ഇതെന്താ വെച്ചാൽ കട്ട പതിച്ച ഒരു ഇഷ്ടിക. ഇവിടെ കട്ടയല്ല, ഇഷ്ടികയാണ്. ഇവിടുത്തെ പമ്പുകളിലും അതുപോലെ തന്നെ റോഡ് ഉണ്ടാക്കുമ്പോഴൊക്കെ ആദ്യം ഒരു ചെയ്യുന്ന ഒരു പരിപാടിയാണ്. നമ്മളവിടെ കട്ട പതിക്കുന്ന പോലെ ഒരു ഇഷ്ടിക പതിക്കുക. ഇഷ്ടിക കട്ട തന്നെയാണല്ലോ. എല്ലാവരും ചെറിയ ചെക്കന്മാർ വരെ ജോലിക്ക് പോകണം. അതായത് പണി കൃഷിയിടങ്ങളിൽ പോയി അധ്വാനിച്ചിട്ട് വേണം ഇതൊക്കെ ജീവിക്കാൻ. ഒരു ബാർബർ ഷോപ്പല്ല കണ്ട് ചെറിയൊരു ഇടവഴി കേട്ടോ. ഒരു ട്രാക്ടറിന് പോകാനുള്ള ഗ്യാപ്പ് അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇതിൽ ഇവിടെ നിന്ന് 2 വഴി ഉണ്ടല്ലോ. ഒന്നും ഇങ്ങോട്ടുണ്ട്, ഇങ്ങോട്ടും ഉണ്ട്. നമുക്ക് ഇതുവരെ പോയാൽ ഇത് സത്യം പറഞ്ഞാൽ ഒരുപാട് വീടുകളുള്ള സ്ഥലമാണ്. നിസ്സാരമല്ല. വീടുകളൊന്നും തിരക്കേടില്ല. എന്നാൽ ചില വീടുകളൊക്കെ ഇതേപോലെ അല്ലേ? ഇവരും ഒക്കെ ആയിരിക്കും ഇതിനാല്. അല്ല അപ്പൊ എന്താ പറയുക, ഹാപ്പിയാണ്. ഹാപ്പി ആയിരിക്കും. ഹാപ്പി ആവട്ടെ. അതെ. ഓ ഗായ്സ്, റോഡ് വളരെ മോശം കേട്ടോ. റോഡ് ശരിയായി. നമുക്ക് അതിൽ അങ്ങോട്ട് ബാക്ക് പോവാം. പോയേക്കാം നമുക്ക്. ഈ റോഡ് അല്ലേ? ഇത് എവിടേക്കുള്ള വഴിയാണ് എങ്ങനെയാ ഒന്നും അറിയില്ല. വഴിയാണോ? ചിലപ്പോൾ അതിൽ പോയി ചാടുവോ തോന്നുന്നുണ്ട് കണ്ടിട്ട്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ 2 വഴികളിലേക്ക് ഇങ്ങോട്ടും അങ്ങോട്ടും. ഓക്കെ നമ്മൾ ഇങ്ങോട്ട് പോയേക്കാം അല്ലേ? ഇതിലങ്ങോട്ട് ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ തിങ്ങി പാർക്കുന്ന ഒരു വില്ലേജിലേക്കാണ് നമ്മൾ കയറിയിട്ടുള്ളത്. ഈ പുറത്തേക്കാണ് അങ്ങോട്ട് അറിയില്ല. ഇവിടുത്തെ ആളുകളൊക്കെ ഇരിക്കണുണ്ടോ? എല്ലാവരും പുറത്തു കൂടെ അങ്ങനെ ഒരു എന്താ പറയുക, വലിയൊരു ജോലി കാര്യമായിട്ടൊന്നും ഇല്ലേ. നാട്ടർത്താനം പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുള്ളൂ. അല്ലേ? നാട്ടർത്താൻ പറഞ്ഞാണ്ടേ ഇവർക്ക് എന്താ വെച്ചാൽ മഴ പെയ്തില്ല. ഇപ്പോൾ ഇനിയിപ്പോൾ കൃഷിയായിട്ട് ബന്ധപ്പെട്ടുള്ള പണികളാവും. അവിടെ വലിയ ചാലാണ്. മെയിൻ റോഡ് इधर से में नहीं है? नहीं. और रोड है? आगे क्यों पड़ेगा? पंखा पड़ेगा इधर. जाओ पीछे रोड को आए, रोड को जाओ. ഇവിടുത്തെ ആളുകളാണ്. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് പോകണമെങ്കിൽ इधर से जाओ तो दूसरा गांव पड़ेगा. നമ്മൾ തിരിച്ചിട്ട് പോവാണ്. അപ്പൊ വന്ന വഴിക്ക് തന്നെ പോകണം. വേറെ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വഴിയില്ല. योर यूट्यूब चैनल? यूट्यूब चैनल सर्च करो, सब्सक्राइब करो. ओके ओके. ഇവിടെ നമ്മൾ തിരിച്ച് ट्रैक्टर दूसरा गांव होके जाओगे? दूसरा गांव ये से लगता है तो वैसे उधर से मेन रोड पे चले जाओ. हाँ ओके. यू कम. नो कम. क्या रोड है? चलो हम चल रहे हैं.
മലയാളം. അദ്ദേഹത്തിന്റെ കയ്യിൽ വളമുണ്ട്, അത് ഇടാൻ വേണ്ടി ഇദ്ദേഹം കൃഷിയിടത്തിലേക്ക് പോവാണ്. അങ്ങനെ തന്നെയാണ് തോന്നിനോട് പറയണത്. आराम से जाओ, मगर थोड़ी हिंदी बोलो करो, किसी की यहाँ समझ में नहीं आती है तो बवाल ये है ना, हिंदी बोलोगे तो समझ में तो आएगी कुछ बात। आप हिंदी बोलो करो, हिंदी सीखो सभी को। हिंदी का हिंदी फिल्म ना चलती है, हिंदी फिल्म है, फिल्म सब देखते तो उसकी भाषा हिंदी की ना समझते होगे, समझते होगे। ठीक है, ठीक है, ഓക്കെ ബൈ. അങ്ങനെ ഞങ്ങൾ പോവാണ്, അദ്ദേഹത്തെ അവിടെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വഴിയൊക്കെ പറഞ്ഞു തന്നിക്കണേ എങ്ങനെ പോകേണ്ടതെന്ന്. പക്ഷേ എങ്കിൽ ഈ ഒരു ഗ്രാമത്തിൽ വന്നിട്ട് നോക്കി, രണ്ട് സൈഡ് പാടമാണ്, പച്ചപ്പാണ്. ഈ വഴി എന്ന് പറയുന്നത് ഇഷ്ടിക പതിച്ച വഴിയാണ്. അതായത് മൂപ്പര് പറഞ്ഞ പ്രകാരം കുറച്ച് ദൂരം ഈ റോഡ് പോകാണ്ട്, മൂപ്പരെയും കൊണ്ട് കുറച്ച് ദൂരം ഞങ്ങൾ നടന്നിട്ട് പോകുന്നതാണ്. അപ്പോൾ വരുമ്പോഴൊക്കെ ഈ വഴി ഇഷ്ടിക തന്നെയാണ്, ഇഷ്ടിക പതിച്ചുണ്ടാക്കിയ വഴിയാണ്. പാടത്തു കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രസകരമായിട്ടുള്ള കാഴ്ചയാണ്. ഇതുപോലത്തെ ഒരു കാഴ്ച ഞങ്ങൾ ഫസ്റ്റ് കണ്ടിരുന്നത് കൊല്ലങ്കോടായിരുന്നു. പക്ഷെ കൊല്ലങ്കോട് മലനിരകൾ കാണാം. ഇവിടെ ഉത്തർപ്രദേശ് വന്നിട്ട് മലനിരകൾ കാണാൻ വേണ്ടി പറ്റില്ല. ഈ ഭാഗത്തൊന്നും ഇല്ലാണ്ടോ? ഇല്ല, എവിടെ ഉണ്ടാവില്ല. നിരന്ന് കിടക്കണം. നിരന്ന് കിടക്കുന്ന പാടമാണ്. നമ്മുടെ വണ്ടി തന്നെ കണ്ടില്ലേ, ചാടി കുഴഞ്ഞ് കട്ട വെച്ച് ഇഷ്ടിക പതിച്ച സ്ഥലത്ത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി വഴഞ്ഞ് വരികയാണ് നമ്മുടെ വണ്ടി. ആയിക്കോട്ടെ ചാച്ചാ. അതെ, നമ്മളെ വണ്ടി ഇടാ ഓന്നിട്ടെറിഞ്ഞ് പോയി സാർ. കണ്ടോ, ഇന്നിട്ടെറിഞ്ഞ് പോയി. മുമ്പോട്ട് പോകണം. കണ്ടോ, മുമ്പോട്ട് പോയി. സംഭവം അവിടുന്ന് ഇങ്ങോട്ടൊരു വണ്ടി വരുന്നുണ്ട്, രണ്ടും പാടെ കൂട്ടിമുട്ടാവാ. അതിൽ ലോഡാണ്. നമുക്ക് ഒന്നുകൂടി അങ്ങനെ ഉഷാറായി. അപ്പോൾ കുഴപ്പമില്ല, അതങ്ങനെ പോയി കിട്ടും. ഇനി ഈ റോഡാണ് മൂപ്പര് പോകാൻ വേണ്ടി പറഞ്ഞത് നമ്മളോട്. പക്ഷേ നമ്മൾ കുറച്ചുകൂടി മുന്നിലേക്ക് പോകുന്നുണ്ട്. കണ്ട ചോളം കൂട്ടിയിട്ട് ചോളം കൂട്ടിയാ. ചോളമാണ് കിടക്കുന്നത്. അതേപോലെ ഇവിടെ ഉണക്കാട്ട് കണ്ടോ. ചിലപ്പോൾ ചോളത്തിൻ്റെ പാടാവാം. ഇപ്പോൾ നെൽകൃഷി കാര്യമൊന്നും ചെയ്യുന്നില്ല. ഇത് വിത്തിനും വേണ്ടിയിട്ട് ഉണക്കുവാണോ ചെയ്യുന്നതൊക്കെ ഉണ്ടല്ലേ. കുറച്ചുകൂടി വണ്ണുള്ള ടൈപ്പാണ്. കുറച്ചുകൂടി വലിയ ഐറ്റമാണ്, വണ്ണുള്ള ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇത് കൃഷിക്ക് വേണ്ടിയിട്ടാവാം. ഇവർക്ക് ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ടുള്ള വാഹനങ്ങൾ മാത്രമേ ചിലപ്പോൾ ഇതിൽ പോകുന്നുണ്ടാവുള്ളൂ. അവിടെ ഞാൻ വല്ല ഗ്രാമം ഉണ്ടെന്തോ അറിയില്ല. ഏതായാലും അവിടെ ഉണ്ടല്ലേ? ഉണ്ടോ ഗ്രാമം ഉണ്ടോ? ഗ്രാമമല്ല, അവിടെ ചോളമാണ്, മൊത്തത്തിൽ ചോളമാണ് ഉണക്കിക്കൊണ്ടിരിക്കുന്നത്. നാം കേ മക്ക. ഹിന്ദിയിൽ ഇതിൻ്റെ പേര് മക്ക എന്നാണ്. വണ്ടേ. ഓ ഏവാല. അപ്പോൾ വന്ന് എടുത്താണ്. പിന്നെ മേലെ ചാനൽ ദേഖോ ഫ്ലോറസ്റ്റ് 71. വാട്ട്സ് യുവർ നെയിം? അജയ് കുമാർ. അപ്പോൾ അജയ് കുമാർ നമ്മളങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ വന്നതാണ്. പിന്നെ അങ്ങോട്ട് നോക്കി നല്ല രസകരമായിട്ടുള്ള സ്ഥലമാണ്, നല്ലൊരു ഇളങ്കാറ്റുണ്ട്. ധാൻ കി സാമന യെസ്. അരി ആയിക്കാരല്ലോ മൂപ്പര് പറഞ്ഞത്. അരിയാണ് അവിടെ കൃഷി ചെയ്യുന്നതെന്നായിരിക്കും മൂപ്പര് പറഞ്ഞത്. നല്ല രസമുള്ള മരം. നമ്മുടെ ഒരു കേരളീയ ഭംഗി എനിക്ക് ഈ ഭാഗത്തേക്ക് വന്നിട്ട് കിട്ടുന്നുണ്ടല്ലേ, അല്ലേ? ഇവിടെ ഒരു കേരളീയ ഭംഗി, പാടം, അതുപോലെ തന്നെ ഈ മരം, ഇങ്ങനത്തെ ഈ ഒരു കാര്യങ്ങൾ കേട്ടോ. അല്ല വീടുകളും ഇവരുടെ വില്ലേജ് ഒന്നുമല്ല പറയുന്നത്. ഇവിടുത്തെ ഈ ഒരു കാര്യങ്ങൾ ഫുള്ളായിട്ട് നമ്മൾക്കൊരു കേരളീയ ഭംഗി. കൽമേഘ. ഇവിടുന്ന് നമുക്ക് അടുത്തൊരു എന്താ ലിഫ്റ്റ് കൊടുക്കേണ്ടി വന്നു. അജയ് കുമാറിന്റെ കൂടെയാണ് ഞങ്ങൾ പോകുന്നത്, അല്ലേ? അജയ് കുമാറിനെ കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. അദ്ദേഹം ഇവിടെ എവിടെയാണ് അദ്ദേഹത്തിന്റെ വീട്? അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്നത് അവിടെയാണെന്നാണ്. അദ്ദേഹത്തിന്റെ ഗ്രാമമാവും അല്ലേ? അദ്ദേഹത്തിന്റെ വില്ലേജ്, യുവർ വില്ലേജ് ബസോമ. ബസോമ എന്ന് പറയുന്ന വില്ലേജിലേക്കാണ് നമ്മൾ വന്നത്. അപ്പൊ നമ്മളേക്ക് എത്തിയിട്ടുള്ളൂ കേട്ടോടാ. എത്തിയിട്ടുള്ളൂ. ബസോമ എന്ന് പറയുന്ന വില്ലേജിലേക്ക് എത്തിയിട്ടുള്ളൂ. അപ്പൊ ഇതാണ് ചോളം അല്ലേ? ചോളപ്പാട. ഇത് വന്ന് ഇവരിങ്ങനെ ഒന്നായിട്ട് അടി വെട്ടിയെടുത്ത് കൊണ്ടുപോയി. അപ്പോൾ അജയ് കുമാറിനോട് ഇറക്കിയിട്ടുണ്ട്. അടുത്തൊരു വില്ലേജിലേക്ക് ഞങ്ങൾ എത്തി. ബസോമ എന്നല്ല ഓൻ പറഞ്ഞേ. ബസോമ ഇവിടെയൊക്കെ ഫുള്ള് പോത്തുകളാണ്, പോത്തുകൾ. അത് തന്നെയാണ് വീടും. ഇതിൻ്റെ അപ്പുറത്ത് തന്നെ വീടും. അങ്ങനെയെങ്കിൽ ഇനി
നമ്മൾ നേരെ മെയിൻ റോഡിലേക്കാണ്. കുട്ടികൾ പാഞ്ഞു കളിക്കുന്നുണ്ട്, ശ്രദ്ധിച്ച് പോകണം നമ്മൾ. പതുക്കെ പോയാൽ മതി. ചാണകോ അല്ലേ? അത് ചാണകമാണ്. ചാണകം കേട്ടോ. ചാണകം ഒരു വളത്തിന് വേണ്ടിയിട്ട് എടുത്ത് വെക്കുന്ന രീതിയാണത്. വളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഈ മഴക്കാലമായി കഴിഞ്ഞാൽ നനയാൻ പാടില്ലല്ലോ, ഉണക്കിയ ചാണകമാണ്. അത് നനയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൂട്ടി കെട്ടിയാണ്ട്. അത് ഈ ഷീറ്റ് കൊണ്ട് മാത്രമല്ല ഇവർ ചെയ്യുന്ന വേറെ രീതിയും കൂടി ഉണ്ട്. ഈ ചോളത്തിന്റെ ഇല ഇതുണ്ടല്ലോ, പുല്ല്, അതുകൊണ്ട് ഇവര് നല്ല പൂപ്പാരാക്കി ഉണ്ടാക്കിയിട്ടുണ്ടാവും. നമ്മൾ കാണുവാണെങ്കിൽ കാണിച്ചിട്ടുണ്ടാവും. അത് അവിടെ തന്നെ. പക്ഷെങ്കിൽ ഇത് ചോളാകുമ്പോൾ കെട്ടിയിട്ടില്ല. ഇതാണ് സാധനം. ഇത് മഞ്ഞ ചോളം കിട്ടും ഈ ചാണകത്തിന്. പക്ഷെ അത് ഉണങ്ങിയ ചാണകമല്ല അല്ലേ? പച്ചാണ് ഇപ്പൊ. പച്ചാണ്. ഇവിടെ കണ്ട ചോളമാണ് ഈ കെട്ടി കൂട്ടി പൊന്തിച്ച് വെച്ചിട്ടുള്ളത്. അതിലൊക്കെ ഉണ്ട്, അതിലൊക്കെ വളം കെട്ടിയിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര തിരക്കിലാണ് കഴിച്ചത്. ഹൈവേയിലേക്ക് കയറുവാണ്. ഹൈവേയിലേക്ക് കയറിയിട്ട് നമുക്ക് ഇനി അങ്ങനെ കുറച്ച് നേരം നീട്ടി പിടിക്കാം അല്ലേ? അപ്പൊ ഹൈവേക്ക് കയറി. യെസ്, അങ്ങനെ ഞങ്ങൾ ഹൈവേയിൽ കയറിയിരിക്കുകയാണ്. ഹൈവേത്തെ കാഴ്ചകൾ. ഇവിടുത്തെ രാജാവ് പോണ്. രാജാവ് പോണ്. കണ്ടോളി കണ്ടേ. രാജാവിന്റെ വണ്ടിയാണ്. രാജാവില്ല. 187 കിലോമീറ്റർ നമ്മൾക്ക് പോകാനുള്ളത് ഈ ഒരു വഴിയിലാണ്. അങ്ങനെയെങ്കിൽ നമ്മൾക്ക് ഇന്ന് ദാബയോ പെട്രോൾ പമ്പോ കിട്ടുമെന്ന് അറിയില്ല. ഇല്ലാന്നാണെങ്കിൽ കിട്ടുന്ന സ്ഥലത്ത് സൈഡാക്കേണ്ടി വരും. ഇപ്പം സമയം എന്ന് പറയുന്നത് 5:45. 5:45 നേരമായി. അപ്പം നമുക്ക് എവിടെ കിട്ടുന്ന വെച്ചാൽ അവിടെ സൈഡാക്കി കിടന്നുറങ്ങാം. അതാണ് ഇന്ന് കരുതുന്നത്. അതിൽ പേടിക്കൊന്നും വേണ്ട. ഇതാ നല്ലത്. ഇത് എങ്ങനെയാണോ? ഇതെങ്ങനെയാണ്? ഓ, നല്ല വെള്ളം ഉണ്ടടാ. ഇവിടെ ബോട്ടിങ്ങല്ലോ. ട്രെയിനാ പോണ്. ഓൻ്റെ മക്കളെ ഈ സായി കാണുന്ന റിവർ ഏതാ? ഇത് ഗംഗയാണ്. അയ്യോൻ്റെ മല എമ്മ വെള്ളം. എന്താ അതിൻ്റെ ഒരു നീളവും വീതി. നല്ല ഒഴുക്കുമാണ്, നല്ല കലക്കുമാണ് അല്ലടാ. ഓ, നല്ല കാറ്റാട്ട് ഇതുമ്പോൾ നിൽക്കാൻ വേണ്ടിയിട്ട്. ഈ പാലത്തുമ്പോൾ നിൽക്കാൻ വേണ്ടി നല്ല കാറ്റാണ്. എല്ലാവരും വണ്ടി നിർത്തിയിട്ട് കാണുവാണ്. ഒരു അത്യാവശ്യം ഒരു 1 കിലോമീറ്ററിനടുത്തേക്ക് പാലമുണ്ട്. 1 കിലോമീറ്റർ തികയില്ല. ഒരു 3/4 കിലോമീറ്റർ അല്ലേ? ഒരു 650 മീറ്റർ 700 മീറ്റർ ഒക്കെ ഉണ്ടാവും പാലം. നടുക്ക് മാത്രം ഒരു ദ്വീപ് പോലെയാണ്. പക്ഷെങ്കിൽ ഇതിൻ്റെ ഒഴുക്ക് എന്തിട്ട് ഞങ്ങൾ ഒലഞ്ചാതി ഒഴുക്കാണ്. വെള്ളം പറ്റ കലങ്ങി മറിഞ്ഞാണ് പോകുന്നത്. അപ്പം അതാണ് മഴ. അവിടെ മേലേക്ക് നല്ല പെയ്ത്താണ്. നമ്മളതുകൊണ്ടാണ് മേലേക്ക് പിടിക്കാഞ്ഞത്. അവിടെ നല്ല മഴ പെയ്തിട്ടാണ് നമ്മൾ എന്താ ഹരിദ്വാറിൻ്റെ, ഋഷികേശിൻ്റെ, അതുപോലെ തന്നെ പിന്നെ അവിടേക്ക് നമ്മൾ മണാലി ആ ഭാഗത്ത് നിന്നൊക്കെയുള്ള ന്യൂസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ നമ്മുടെ യാത്രനെ ദിശ മാറ്റിയിട്ടുള്ളത്. അതുപോലെ തന്നെ അവിടെയുള്ള നമ്മുടെ ആളുകളായിട്ടൊക്കെ സംസാരിച്ചിട്ട് ഒക്കെയാണ് നമ്മുടെ യാത്രനെ നമ്മൾ ദിശ മാറ്റിയത്. അറിഞ്ഞിട്ട് കൂടി നമ്മൾ അങ്ങോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് പണി കിട്ടും. അറിഞ്ഞുകൊണ്ട് വെറുതെ നമ്മൾ പോകാൻ പാടില്ല. ചാടാൻ പാടില്ല. അതെ, നല്ല തണുത്ത കാറ്റ് ആ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. പുഴ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ഗംഗ. ഗംഗയാണ് ഈ ഒഴുകി പോകുന്നത് മക്കളെ. എമ്മ വലിപ്പ. ഇത് എത്ര വീതി ഒരു നിശ്ചയമല്ല. ആ മുക്കിലോട്ട് ഇതാണ്ട് ആ ഒരു മുക്ക് വരെ വലിയൊരു പാലം. അപ്പുറത്ത് ട്രെയിന് പോകാൻ വേണ്ടിയിട്ട് വണ്ടി വരുന്നുണ്ട് കേട്ടോ. പോലെ കേട്ടോ. ഓ, ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാണ്ടാ വെള്ളം തളച്ച് മറിഞ്ഞാ പോകുന്നത്. ആ ഫില്ലറിൻ്റെ അത്രക്ക് വെള്ളം ഉണ്ടെങ്കിൽ അത്യാവശ്യം വെള്ളമാണത്. നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇതേമാതിരി ഈ പാലത്ത് മല നിൽക്കാൻ പറ്റില്ല. ഈ പാലം വണ്ടി പോകുമ്പോൾ കുലുങ്ങുക. വണ്ടി കുലുങ്ങുക. ഞാൻ ഈ ജോൻ കുലിക്കുകയാണ്. അപ്പോൾ ഞാൻ കുലിക്കുകയാണോ? അപ്പൊ അതല്ല അതിന്റെ വലിയ വണ്ടികൾ പോകുമ്പോ ഈ പാലം കുലുങ്ങിട്ടിങ്ങനെ വണ്ടിക്ക് ഇങ്ങനെ കുലുങ്ങുക. വൈബ്രേഷൻ അടിക്കുക. അതുകൊണ്ട് വേഗം പോടണം. അവിടെ എന്തോ ഒരു പരിപാടി ഉണ്ട്. ശ്രീകൃഷ്ണനെയാണ് കൊണ്ടുപോകണം അല്ലേ? കൃഷ്ണനാണ്. ഈ ചെടീനെ കൊണ്ട് ഇപ്പൊ തട്ടി തടഞ്ഞെടുക്കാനും പറ്റ വല്ലാത്ത അതൊക്കെ അതിനെ ഇതിന്റെ കാടോ എന്തൊക്കെയോ. പക്ഷെ ഇവിടെ ചാക്കിലാക്കുന്ന ഒരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ അത് സോയാബീൻ ആണോ എന്താണെന്ന് മനസ്സിലായി. സോയാബീനെ പോലെയല്ല കണ്ടിട്ട്. റോഡ് വില പറയുമ്പോൾ എപ്പോഴും നോക്കണം നന്നായിട്ട്. ഇവിടെ ഒരു പാടമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. കടലയാണോ? കടലയാണ് ഗൈസ്. ഓ, കടലയാണ്. അപ്പോൾ ഇതൊക്കെ കടലപ്പാടായിരിക്കും അല്ലേ?
കടലപ്പാടമായിരുന്നു. ഇങ്ങനെ ഉണക്കിയിട്ടേക്കുവാണ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് കടലപ്പാടം കണ്ടതാണ്, കടല പറിക്കുന്നതൊക്കെ നമ്മൾ ഒരുപാട് വട്ടം കണ്ടതാണ്. അപ്പോൾ ഇവരുടെ മെയിനായിട്ടുള്ളൊരു പരിപാടി കൃഷി തന്നെയാണ്, കൃഷിയാണ് താനും, കർഷകരുമാണ്, അതുമായിട്ട് അത് ബന്ധപ്പെട്ടുള്ള പണിയാണ്. ഓ കടല ചാക്കണ്ട, അതൊക്കെ നല്ല ഉണങ്ങിയ കടലയാണ്. ഏ നാം കേ മൂപ്പലി, ഹിന്ദി മൂപ്പലി, മൂപ്പലി എന്നാണ് കടലയ്ക്ക് പറയുക കേട്ടോ. അപ്പോൾ മൂപ്പലിനെ ഇങ്ങനെ ഉണക്കിയിട്ട് ഇവരിങ്ങനെ മണ്ണ് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ കൂട്ടുവാണ് അല്ലേ. നമ്മളുണ്ടല്ലേ മെറ്റലൊക്കെ കോരുന്നത്, ചളി പെടാതെ അത്തരത്തിൽ കോരിയിട്ട് ഇങ്ങനെ കൊട്ടയിൽ കൂടയിൽ നിറക്കുവാണ്. കൂടെ നന്നായിട്ട് നിറക്കുക പറയുന്നത് അത് ദിലീപിന് ഓർമ്മ വരും നമ്മൾക്ക് അങ്ങനെ പറയുമ്പോൾ. അപ്പോൾ അവരിങ്ങനെ കൊട്ടയിലേക്ക് നിറക്കുന്ന ഒരു കാഴ്ചയാണ് ഈ അമ്മമാർ ചെയ്യുന്നത്. ഇവർ ഇവിടെ ഉണക്കിയിട്ടേക്കായിരുന്നു അല്ലേ, ഇതിവിടെ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ഷീറ്റ് വിരിച്ച് ഉണക്കിയിട്ടേക്കായിരുന്നു. നമ്മുടെ വണ്ടി താണ്ട അവിടെ കിടക്കണം. നമ്മൾക്ക് എന്താ വെച്ചാൽ ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 6:20. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പമ്പ് കിട്ടുവാണെങ്കിൽ ചോദിച്ചു നോക്കാം. ഇതുവരെ ചോദിച്ചില്ല ഇത് പമ്പിൽ, ആകെ ഒരു പമ്പറ്റേ കണ്ടല്ലേ. ഇവൻ ആളൊരു നരിയാണ്, പുലിയാണ്. ഇപ്പോൾ ചെറിയൊരു കംപ്ലൈൻറ്റ് നമുക്ക് ഓയിൽ വന്നെങ്കിൽ പോലും ഞങ്ങളെ വയ്യിൽ, അതായത് പറ്റ കൊടുക്കണ രീതിയിലുള്ള ഒരു പെരുമാറ്റം ഇവൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ വന്നിട്ടില്ല. ഇവിടെയൊക്കെ കുടുങ്ങിയത് തന്നെ. അപ്പോൾ അതാണ് പറഞ്ഞത്. ഇന്നത്തെ നമ്മളുടെ ഹോട്ടൽ, അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഹോട്ടലിലൂടെ എത്തിയിട്ടുണ്ട്. ദാബ കണ്ട് ബലിക്ക് ചടച്ചക്കും കൂക്കുമോ അല്ലേ? ഇതൊന്ന് പറ്റ ക്ഷീണിച്ചോ? എൻ്റെ കണ്ണും മോറും ഒക്കെ കണ്ടിട്ട് അതൊന്നും പറ്റ ക്ഷീണിച്ചു. ഉറക്കം വരുന്നുണ്ടോ? ഇന്നലത്തെ ഉറക്ക് ക്ലിയർ ആകാത്തതിൻ്റെ മന്ദപ്പാണ്. ഇന്ന് രാവിലെ ഞങ്ങളൊരു 10 മണി 10:30 വരെ ഉറങ്ങിയെങ്കിൽ പോലും അത് ക്ലിയർ ആയില്ല. ഇല്ലല്ലോ, ഒങ്ങിയോണ്ട് വേണോ? ഒന്നിലേറെ കടക്ക നനഞ്ഞു. നമ്മുടെ ആ സൈഡിൽ കർട്ടനില്ലേ, കർട്ടൻ ഇട്ടിട്ട് കാര്യമില്ല, വെള്ളം ഉള്ളിൽ കുറേ വരും. അപ്പോൾ ഇന്നലത്തെ ഉറക്കെന്ന് പറഞ്ഞാൽ എന്താ പറയുക, അതികഠിനമായൊരു ഉറക്കം. ആകെ ക്ഷീണിച്ചിരിക്കണ, കണ്ണും മോറും കണ്ടാൽ തന്നെ അറിയാം. നമുക്ക് നേരത്തെ ബെഡ് ഇടാം, നേരത്തെ കിടക്കാം. അതുകൊണ്ടാണ് 6:30 സൈഡാക്കിക്കണ്. ഒരു 9 മണിയാകുമ്പത്തിന് കിടക്കാനുള്ള പരിപാടി നോക്കാം. നേരത്തെ ഭക്ഷണം കഴിക്കുക, കിടക്കാം. ഞങ്ങളിന്ന് കുക്ക് ചെയ്തിട്ടില്ല കേട്ടോ, ഇന്ന് കുക്ക് ചെയ്തിട്ടേ ഇല്ല, ഇന്ന് കുക്കിംഗ് ഇല്ലാത്തതാണ്. എണീറ്റപ്പോൾ ഒരുപാട് സമയമായി. അപ്പോൾ ഇന്ന് ഇവിടുന്ന് എന്തെങ്കിലും റൊട്ടി എന്തെങ്കിലും കഴിച്ചിട്ട് സുന്ദരമായിട്ട് വണ്ടി അവിടെ സൈഡാക്കാൻ പറഞ്ഞേക്കണം. ആ സൈഡിലിട്ടിട്ട് കിടന്നിട്ട് ഉറങ്ങണം പോരെ. ഞങ്ങൾ ദാബയിൽ കയറി നോക്കട്ടെ, എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കിട്ടുന്നല്ലോ അല്ലടാ. എന്താ റൊട്ടി എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ഞങ്ങളങ്ങനെ കിടക്കും. ഇനിയിപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് എവിടേക്കും പോകാനോ ഒന്നും പറ്റില്ലല്ലോ, രാത്രിയല്ലേ, എവിടേക്ക് പോകുന്നത് അല്ലേ. ഇതാണ് നമ്മുടെ ദാബ ബോയ് എന്ന് പറയുന്നത്. നമ്മുടെ റൊട്ടി റൊട്ടി തേക്കോ അപ്പനാ രവികുമാർ എന്ന് പറയുന്ന ഇദ്ദേഹം സൂപ്പറാണ്. നമ്മൾക്കിവിടെ ഇന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നെറ്റ്വർക്കിൻ്റെ പ്രശ്നം ഉണ്ടായപ്പോൾ മൂപ്പരുടെ വൈഫൈ ഒക്കെ ഓണാക്കി തന്ന ആളാണ്. അടിപൊളിയാണ്, സൂപ്പറാണ്, നല്ലൊരാളാണ്. അതെ. പിന്നെ ഇവിടെയൊക്കെ നമ്മൾ കുറച്ച് നേരം കിടക്കുകയൊക്കെ ചെയ്യാമായിരുന്നു. ഇപ്പോൾ ഒരുപാട് ലോറികളായി. നമ്മൾ വന്നപ്പോൾ ഇവിടെ ഇത്രയും വണ്ടികളില്ലായിരുന്നു അല്ലേ, ഞങ്ങൾ രണ്ടാൾ മാത്രമായിരുന്നു. ഇപ്പോൾ ലോറികളൊക്കെ ഉഷാറായി. അപ്പോൾ ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ. ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ അതേ അങ്ങനെ കിടക്കും. എന്നാൽ പിന്നെ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ ഞങ്ങൾ ഓടിച്ച് പോയിൻ്റ് അപ്പ് ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോ വേണ്ടി വരും. ഓക്കെ.